എജുപോർട്ട്. ഓക്കെ, അപ്പൊ ദാ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ +1 എക്സാമിന് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ്. അപ്പൊ നമ്മളിത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഏതൊരു ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറി. ഓക്കെ, അപ്പൊ ഡയറി നമുക്ക് എല്ലാവർക്കും എഴുതാൻ അറിയാം അല്ലെ. നമ്മൾ ചെറുതിലും മുതലേ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഡയറി എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഡയറി? യെസ്, നമ്മളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ, ആ ഒരു ദിവസം നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റും അതുപോലെ ഡേയും ഒക്കെ എഴുതി നല്ല ഭംഗിയായിട്ട് എഴുതി നല്ല രസാക്കി വെക്കുന്നതാണ് ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡയറി എങ്ങനെയാണ് എഴുതുക, ഡയറിയുടെ ഒരു ഫോർമാറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണോ? യെസ്, അപ്പൊ ദാ ഹിന്ദി എക്സാം ആണ് വരാൻ പോകുന്നത്. ഹിന്ദി എക്സാം നമ്മൾ എല്ലാവരും കൂടെ നല്ല അടിച്ചു പൊളിച്ച് നല്ല സെറ്റ് ആയിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഹിന്ദിയിൽ ഫുൾ മാർക്കാണ് ഇതാ നമ്മൾ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഗ്യാരണ്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദിയുടെ കാര്യത്തിൽ നിങ്ങൾ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട. അതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കും, നല്ല മിടുക്കരായിട്ട് നന്നായിട്ട് തന്നെ എക്സാം എഴുതുകയും ചെയ്യും. ഓക്കെ, യെസ്, അപ്പൊ ദാ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, യെസ്, അപ്പൊ നമ്മള് ഡയറി അല്ലാതെ ലെറ്റർ അങ്ങനെയുള്ള കുറച്ച് വിധങ്ങളുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഷീറ്റിന്റെ അവസാനത്തെ 3ഓ 4ഓ ലൈനിലൊന്നും പോയിട്ട് ഡയറി, ലെറ്റർ, പോസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, ഒരു പിശുക്കും കാണിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് എടുക്കുന്നു, നല്ല ഭംഗിയായിട്ട് ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു മുഴുവൻ പേജ് നല്ല ഭംഗിയായിട്ടൊരു കോളം ഒക്കെ വരച്ച് അല്ലെ ഒരു ബോക്സിലൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ എന്ത് എഴുതണം? ഈ പറയുന്ന ഡയറി, പോസ്റ്റർ, ലെറ്റർ പോലെയുള്ള സംഭവങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡയറി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. യാത്രി കാ മൻ സംഘർഷ സേ ഭരാ ഥാ. നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ചാപ്റ്ററിൽ യാത്രി കാ മൻ, ആ ട്രാവലറിന്റെ മനസ്സ് സംഘർഷങ്ങൾ കൊണ്ട് അല്ലെ, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഭരാധ, ഭർണ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. വ അപ്ന സംഘർഷ ഡയറി മേ ലിഖ് രഹാ ഹേ. അവൻ അവന്റെ ആ സംഘർഷങ്ങളെ, അവന്റെ ആ ബുദ്ധിമുട്ടുകളെ, അവന്റെ ആ പ്രശ്നങ്ങളെ അവൻ എന്ത് ചെയ്യാണ്? ഒരു ഡയറിയുടെ രൂപത്തിൽ എഴുതുകയാണ്. വ ഡയറി ലിഖേ, ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഈസി ആക്കാനായിട്ട് 4 ഹിന്റ്, 4 കുഞ്ഞു പോയിന്റ്സ് കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ. അസ്ലം കി മൃത്യു കി ഖബർ, അസ്ലമിന്റെ ആ മരണ വാർത്ത. ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? മരണ വാർത്ത കേട്ടോ. മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം, ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത. അപ്പൊ അവന്റെ ആ ഒരു മരണ വാർത്ത അസ്ലം കെ പ്രതി അപ്ന വ്യവഹാർ, അസ്ലമിനോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെരുമാറ്റം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അസ്ലമിനോട് പെരുമാറിയത് എന്നുള്ള സംഭവവും ഒരു ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹംദർദി കാ അഭാവ് അല്ലെ, നമുക്ക് നമ്മുടെ സഹജീവികളോട് ഒരു സ്നേഹം ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് അല്ലെ, ഒരു മനുഷ്യത്വമൊന്നും തോന്നാതിരിക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ. പിന്നെയോ പശ്ചാത്താപസെ ഉത്പന്ന അനുതാപ്, പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുതാപ്. ഇതൊക്കെയാണ് ഹിന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയറി എഴുതാനായിട്ട് സാധിക്കും. നോക്കൂ, അപ്പൊ ഡയറിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡയറി നമ്മൾ എഴുതുന്ന സമയത്ത് മിസ് ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ബോക്സ് നിർബന്ധമായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോക്കൂ, ഇതാ നമ്മൾ ഡേറ്റ് ആൻഡ് ഡേ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ബോക്സ് നമ്മൾ വരയ്ക്കണം. ആൻഡ് നമ്മൾ ഡേറ്റ് ആൻഡ് ഡേ എന്തായാലും എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ എന്ന് പറയാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഡേ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലെ ഡേറ്റും ഡേയും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതുക. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനുള്ള ഒരു ഡേറ്റും ഒരു ഡേയും എഴുതുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. അപ്പൊ നോക്കൂ. ആജ് കാ ദിൻ മുझे കഭി ഭൂൽ നഹീ സക്താ. അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ലൈൻസ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ഇപ്പൊ സന്തോഷമുള്ള ദിവസമാണ് എന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. സന്തോഷവും സങ്കടവും മിസ് പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കൂ. ആജ് കാ ദിൻ മുझे കഭി ഭൂൽ നഹീ സക്താ.
ആജ് കാ ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആജ് കൽ കേട്ടിട്ടില്ലേ? ആജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം, ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം, മുझे कभी भूल नहीं सकता, भूलना എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറക്കുക. അപ്പൊ എന്താണ് നഹി ഭൂൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കില്ല, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് നമുക്ക് സന്തോഷമുള്ള ദിവസമാണെങ്കിലും സങ്കടമുള്ള ദിവസമാണെങ്കിലും ഇനി സംഘർഷങ്ങളൊക്കെ നിറഞ്ഞ് ബുദ്ധിമുട്ടുള്ള ടെൻഷൻ അടിച്ച ദിവസമാണെങ്കിലും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. ബാക്കി നോക്കൂ. इस दिन मेरे लिए एकदम खुशी का दिन था. इस दिन ഇന്നത്തെ ദിവസം मेरे लिए എനിക്ക് एकदम എനിക്ക് മുഴുവനായിട്ട് എന്താണ്? खुशी का दिन था. खुशी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? खुशी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി. മിസ് ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ടേ, ഹാപ്പി. അപ്പൊ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സെന്റൻസ് ദുഃഖം നിറഞ്ഞ ദിവസം ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഹാപ്പി എന്ന വാക്കിന്റെ വിപരീതമാണ് സാഡ് അല്ലെ. അപ്പൊ നമ്മൾ ഹിന്ദിയിലാവുന്ന സമയത്ത് നമുക്ക് ദുഃഖ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഖുഷ് അല്ലെ, ഖുഷി എന്ന് പറയുന്ന സ്ഥലത്ത് ദുഃഖ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സന്തോഷമുള്ള സന്ദർഭത്തിലാണെങ്കിൽ എഴുതാം. ഇനി സങ്കടമുള്ള സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആജ് കാ ദിൻ മേരെ ലിയേ ഏകദം ദുഃഖ് ഖാ ദിൻ ഥാ അല്ലെ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു എന്ന് കൊടുക്കാം. ആകെ ഇവിടെ മിസ് ഹൈലൈറ്റ് ചെയ്യാം. ആകെ നമുക്ക് ഈ ഖുഷി എന്ന് പറയുന്ന വാക്കിന്റെ സ്ഥാനത്ത് ദുഃഖം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ദുഃഖം നിറയുന്നുള്ള ഒരു രീതിയായി. അവിടെ നോക്കൂ, ഇത്തനി ഖുഷി മുझे पहले न हुआ था. ഇവിടെയും നോക്കൂ, ഖുഷി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സന്തോഷം എനിക്ക് മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ദുഃഖത്തിലേക്ക് ആക്കുന്ന സമയത്ത് ഖുഷി എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ദുഃഖം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ദുഃഖം എനിക്ക് മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇനി സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഖുഷി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം. ദുഃഖം നിറഞ്ഞ ദിവസമാണ് എന്നുണ്ടെങ്കിൽ ആ ഖുഷി എന്ന് പറയുന്ന ആ വാക്കിന്റെ സ്ഥാനത്ത് ദുഃഖം കൊടുത്തു കഴിഞ്ഞാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ആരുടെ ഡയറിയാണ് എഴുതാനുള്ളത്, ആ ഒരു സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് എഴുതാം. അതിനുശേഷം യേ സോച്ച് കർ മുझे नींद भी नहीं आता. ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് സന്തോഷവും സങ്കടവും നിറയുന്ന സാഹചര്യത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. എന്താണ്? യസോച്ചകർ, ഇത് ചിന്തിച്ച് എനിക്ക് രാത്രി ഉറക്കം പോലും വന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? യാത്രി കാ മൻ സംഘർഷ സേ ഭരാത. യാത്രയുടെ മനസ്സ് സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അന്നത്തെ ഡയറി എഴുതാനാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡയറി എഴുതാം. മിസ് ഇവിടെ ഒരു ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് ആൻഡ് ഡേ വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ബോക്സ് വരച്ച് ഡേറ്റും ഡേയും എഴുതിയിട്ടുണ്ടായിരിക്കണം. അടുത്ത് നോക്കിക്കോളൂ. ആജ് കാ ദിൻ മുझे कभी भूल नहीं सकता. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. इस दिन मेरे लिए एकदम दुख का दिन था. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു. ഇത്തനി ദുഃഖ് മുझे पहले न हुआ था. ഇത്രയും സങ്കടം എനിക്ക് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല. അസ്ലം മുझे മാഫ് കർ ദോ. അസ്ലമിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഡയറി തുടങ്ങുന്നത്. തെരെ ബാരെ മേ सोचने पर बहुत अनुताप महसूस हो रहा है. നിന്നെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള അനുതാപം ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. മുझसे गलती हो गई है. എന്നോട് ഗലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിസ്റ്റേക്ക്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ബഡി ഗൽത്തി, വലിയൊരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഡയറി മേ ക്യാ ലിഖൂ. ഈ ഡയറിയിൽ ഞാൻ എന്താണ് എഴുതുക? कैसे लिखूं, എങ്ങനെ എഴുതും? मेरा हाथ कांप रहा है. എന്റെ കൈകള് വിറയ്ക്കുന്നുണ്ട്. मुझे दफ्तर पहुंचने वाला रिक्शा वाला था असलम. मुझे दफ्तर पहुंचने वाला रिक्शा वाला था അല്ലെ. അവനെ ദഫ്തറിലേക്ക്, അതായത് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു റിക്ഷാവാലയായിരുന്നു അസ്ലം എന്ന് പറയുന്നത്. ഉസ്കി മൗത്ത് ഹോ ഗയി ഹെ. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉസ്കെ ദോനോ ഗുട്നോ മേ ഖറാബി തി. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഗുട്നോ മേ എന്തുണ്ടായിരുന്നു? ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. യാത്രാ കെ ബീച്ച് മേ വേ കറാഹത്താ ദാ പേട് പർ ഹാത്ത് രഖ്താ ദാ. मैंने सोचा कि यह सब रिक्शे वाला का नाटक है. റിക്ഷാവാല എന്ത് ചെയ്യാണ്? ആ ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റിക്ഷക്കാരൻ ഒരുപാട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാണിക്കുന്ന
പറയുന്നുണ്ട് അല്ലെ, മുട്ടിന് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വയറുവേദന ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ യാത്രി ഇതൊന്നും കേൾക്കാതെ ഇത് ആ റിക്ഷക്കാരന്റെ നാടകമാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. ഈ ഒരു അദ്ദേഹത്തോട് ഒരു മാനുഷിക പരിഗണന കാണിക്കാത്തതിനുള്ള ആ ഒരു ഭയങ്കര ഗിൽട്ടിലാണ്, കുറ്റബോധത്തിലാണ് നമ്മളെ യാത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അല്ലെ, അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്ന ആ വാർത്ത കേട്ട സമയത്ത് അവർക്ക് എന്ത് സംഭവിക്കുകയാണ്, അദ്ദേഹം കുറ്റബോധം കൊണ്ട് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ രസമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഡയറി എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ഒന്നും ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് ബോക്സ് വരച്ച് ഒരു ഡേറ്റും ഡേയും എഴുതിയിട്ട് അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളെ നല്ല വൃത്തിയായിട്ട് ക്രമമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ്. അപ്പൊ ഡയറിയുടെ ഫുൾ മാർക്ക് മിസ്സിന്റെ +1 മക്കൾക്ക് എല്ലാവർക്കും ഫുൾ ആയിട്ട് കിട്ടട്ടെ. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് തന്നെ എക്സാം എഴുതുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.